കേരള ജയിൽ വകുപ്പിൽ ആധുനിക സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി വിയൂർ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോമിൽ ഡ്രോൺ സർവൈലൻസ് സംവിധാനത്തിന്റെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ട്രയൽ റൺ സംഘടിപ്പിച്ചു. ട്രയൽ റൺ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരിട്ടെത്തി വിലയിരുത്തി. കേരള ജയിൽ വകുപ്പിൽ ആധുനിക സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി വിയൂർ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമിൽ ഡ്രോൺ സർവൈലൻസ് സംവിധാനത്തിന്റെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ട്രയൽ റൺ സംഘടിപ്പിച്ചു. ട്രയൽ റൺ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരിട്ടെത്തി വിലയിരുത്തി. കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ഡയറക്ടർ ജനറൽ എസ് ശ്രീജിത്ത്, മധ്യമേഖലാ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് എസ് സജീവ് എന്നിവരും മുതിർന്ന ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ പ്രവർത്തന രീതി, സുരക്ഷാ സാധ്യതകൾ, അടിയന്തര സാഹചര്യങ്ങളിലെ പ്രയോജനം എന്നിവയുടെ വിശദമായ അവതരണവും തത്സമയ പ്രദർശനവും നടന്നു. 139 ഏക്കർ വിസ്തൃതിയുള്ള വിയൂർ ജയിൽ കോംപ്ലക്സിൽ സെൻട്രൽ പ്രിസൺ, ഹൈ സെക്യൂരിറ്റി പ്രിസൺ, വനിതാ ജയിൽ, ജില്ലാ ജയിൽ, സബ് ജയിൽ എന്നിവ പ്രവർത്തിക്കുന്നുണ്ട്. നിലവിൽ 1700 മുതൽ 2000 വരെ തടവുകാരെ പാർപ്പിക്കുന്ന ഈ കോംപ്ലക്സിന്റെ ചില ഭാഗങ്ങളിൽ ചുറ്റുമതിലുകളുടെ അഭാവം, മരങ്ങൾ നിറഞ്ഞ ഭൂപ്രകൃതി, ജീവനക്കാരുടെ പരിമിതമായ എണ്ണം എന്നിവ സുരക്ഷാ നിരീക്ഷണത്തിന് വെല്ലുവിളികൾ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് ഡ്രോൺ സംവിധാനത്തിന്റെ സാധ്യതകൾ വിലയിരുത്തുന്നത്. ജയിൽ ചാട്ട ശ്രമങ്ങൾ, ജയിൽ പരിസരത്തേക്ക് നിരോധിത വസ്തുക്കൾ കടത്താനുള്ള ശ്രമങ്ങൾ, മതിലുകൾക്കും മരങ്ങൾക്കും മുകളിലൂടെ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവ അതിവേഗം കണ്ടെത്തുന്നതിനും ആവശ്യമായ സാഹചര്യങ്ങളിൽ ഉടൻ പ്രതികരിക്കുന്നതിനും ഡ്രോൺ സാങ്കേതികവിദ്യ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നും വിലയിരുത്തി. മനുഷ്യ വിഭവശേഷിക്കൊപ്പം ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ കൂടി സംയോജിപ്പിക്കുന്നതിലൂടെ ജയിൽ സുരക്ഷയും അച്ചടക്കവും കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. കേരള ജയിൽ വകുപ്പിന്റെ നവീകരണ പ്രവർത്തനങ്ങളിൽ നിർണായക ചുവടുവയ്പായി വിലയിരുത്തപ്പെടുന്ന ഈ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയായതോടെ ഭാവിയിൽ സംസ്ഥാനത്തെ മറ്റ് ജയിലുകളിലും സമാന സാങ്കേതിക സംവിധാനങ്ങൾ ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കുകയാണെന്നും ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു.